ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ നേരത്തെ ഒരു ഗൃഹ സന്ദർശനം അത് ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ ശേഷം നടത്തിയ ഗൃഹ സന്ദർശനമായിരുന്നു. അത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി തന്നെ മുൻകൈയെടുത്ത് നടത്തിയിരുന്ന അദ്ദേഹം തന്നെ പോയിട്ട് നടത്തിയ ഗൃഹ സന്ദർശനങ്ങൾ അടക്കമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പിഴവ് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് സാഷ്ടാംഗം വീഴുന്നു. അപ്പോൾ ജനം അത് അംഗീകരിച്ചു എന്നതിന്റെ സൂചനയായി 2021 തെരഞ്ഞെടുപ്പ് ഫലത്തെ കൂടി CPM ഉയർത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൃഹ സന്ദർശനം ഗുണം ചെയ്തു എന്ന വിലയിരുത്തലാണ് പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഇതിലും അങ്ങനെ തന്നെ കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്താണ് കാര്യങ്ങളെന്ന് വിശദീകരിക്കുന്നു. ബാക്കി സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കോൺഗ്രസിനെതിരായ വിമർശനങ്ങളും എല്ലാം പറയുമ്പോൾ എല്ലാം ആളുകൾ പറയുന്ന ക്ഷമയോടെ കേട്ടുകൊണ്ട് അവരുടെ വിമർശനങ്ങളെ മുഴുവൻ കേട്ടുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്നു. അത് എത്രത്തോളം ഗുണം ചെയ്യും ശ്രീ ജോർജ് പൊടിപാറ? തീർച്ചയായിട്ടും CPM നടത്തുന്ന ഒരു അവസാന ശ്രമമാണിത് എന്ന് വേണം അതിനെ വിലയിരുത്താൻ. കാരണം അത് ഗുണം ചെയ്തൊരു മുൻ അനുഭവം അവരുടെ മുമ്പിലുണ്ട്. 2019 ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായ തിരിച്ചടി LDFനുണ്ടായി. ഒരൊറ്റ സ്ഥലത്തൊഴികെ ബാക്കി 19 സീറ്റുകളിലും UDF ജയിച്ചു കയറുന്ന കാഴ്ച കണ്ടു. ആകപ്പാടെ ജയിച്ചത് ഈ പറഞ്ഞ പോലെ ആലപ്പുഴ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മാത്രമാണ്, ആലപ്പുഴ മാത്രമാണ്, ബാക്കി എല്ലായിടത്തും തോറ്റുപോയി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാര ലംഘനത്തിന് സർക്കാർ തന്നെ മുൻകൈയെടുത്തു. അത് വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിച്ചു. അവർ അതിന് പ്രതികാരം ചെയ്തതാണ് ആ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ന് CPM വിലയിരുത്തി. അവിടെ അനാവശ്യമായിട്ടുള്ളൊരു വാശി അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു ആവേശം കാണിച്ച് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയത് തെറ്റായി പോയി എന്നൊരു തോന്നൽ സുപ്രീം കോടതി വിധിയെ തുടർന്നാണെങ്കിൽ പോലും അക്കാര്യത്തിൽ CPMൻ്റെ തിടുക്കവും ആവേശവും അതുപോലെ തന്നെ ആ കാര്യത്തിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നുള്ള പ്രചരണവും തങ്ങൾക്ക് തിരിച്ചടിയായി എന്നുള്ള തിരിച്ചറിവിലാണ് തീർച്ചയായിട്ടും അതിനുശേഷം അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് വീടുകൾ കയറി, വിശ്വാസികളുടെ വീടുകളും അല്ലാത്തവരുടെ വീടുകളും കയറി യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് സർക്കാരിന് അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നത് എന്ന കാര്യങ്ങൾ വിശദീകരിച്ച് ആളുകൾക്കിടയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സർക്കാരിനെ സംബന്ധിച്ച ആ ഒരു പ്രതിച്ഛായ നഷ്ടം തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു ശ്രമം നടന്നു. അതോടൊപ്പം തന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അന്ന് സവിശേഷമായ കേരളം ഇതപര്യന്തം കണ്ടിട്ടില്ലാത്ത വളരെ സവിശേഷമായൊരു സാഹചര്യം കോവിഡാനന്തര കാലമാണ്. അതിൽ കോവിഡിൻ്റെ കരുതലും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സർക്കാർ കൊടുത്ത കരുതലും അതുപോലെ തന്നെ ഒരു എന്താ പറയുക കിറ്റുകൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ, ഇതെല്ലാം വലിയ ഘടകമായി എന്നുള്ളൊരു വസ്തുതയാണ്. മുമ്പൊരിക്കലും കേരളം അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു കലാമിറ്റി, വലിയൊരു എപ്പിഡമിക് ഈ എന്താ പറയുക ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ജനം വീട്ടിലിരുന്ന ഘട്ടത്തിൽ ജോലി ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഉപജീവന മാർഗത്തിന് വകയില്ലാതെ ആളുകൾ വിഷമിച്ചൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി രംഗത്ത് വരുന്നു. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കടക്കം എല്ലാവർക്കും കരുതൽ കൊടുത്തു, അതുപോലെ തന്നെ കുത്തിവയ്പ്പ് കൊടുത്തു. കൂടാതെ ആവശ്യത്തിന് സാമ്പത്തിക സഹായം കിറ്റിൻ്റെ രൂപത്തിലും മറ്റു രൂപത്തിലും ഒക്കെ കിട്ടിയത് സ്വാഭാവികമായിട്ട് ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഗവൺമെൻറ് ആ സാഹചര്യം വളരെ കൃത്യമായി ഉപയോഗിക്കുകയും അതിലൂടെ ആ ശബരിമല കളങ്കം കഴുകിക്കളയുകയും അങ്ങനെ വലിയ ഭൂരിപക്ഷത്തോടെ 99 സീറ്റിൻ്റെ വലിയ ഭൂരിപക്ഷത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വമ്പൻ തിരിച്ചുവരവ് നടത്തുകയും ചെയ്ത ഒരു വസ്തുതയാണ്, ചരിത്രമാണ്. പക്ഷേ എല്ലായ്പ്പോഴും ചക്ക വീണു മൊയിൽ രാവും എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ഒരിക്കലത് വിജയിച്ചു, പക്ഷേ ഇത്തവണ അത്തരമൊരു സാഹചര്യമൊന്നും നമ്മുടെ മുമ്പിലില്ല. കോവിഡില്ല, കലാമിറ്റീസ് ഇല്ല, മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല. ഒരു സാധാരണ കാലഘട്ടത്തിൽ LDFനെ പോലുള്ളൊരു മുന്നണി 10ാം വർഷത്തിലേക്ക് കടക്കുന്നൊരു ഘട്ടത്തിൽ തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പ്രായശ്ചിത്തം ചെയ്യാൻ ഇറങ്ങിയാൽ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൽ ചെന്ന് ഏറ്റുപറഞ്ഞാൽ അത് എങ്ങനെയാണ് അത് ശരിയാവുന്നത്? കാരണം ഇതൊന്നും ബോധപൂർവം ചെയ്യുന്ന ബോധമില്ലാതെ ചെയ്യുന്നതല്ല, അറിഞ്ഞുകൊണ്ട് അബദ്ധത്തിൽ സംഭവിക്കുന്ന അപരാധമല്ല. സത്യം പറഞ്ഞാൽ ഇത് പലതും ഞങ്ങളിങ്ങനെ ചെയ്യൂ, ഞങ്ങൾക്കിങ്ങനെ ചെയ്യാനേ സൗകര്യമുള്ളൂ എന്ന മട്ടിലുള്ള ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ നവകേരള സദസ്സിലേക്ക് പോകുമ്പോൾ ആ പോക്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധം നടത്തിയാൽ അവൻ്റെ നടു ചവിട്ടി ഒടിക്കും, അവനെ ചെടിച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ ഗൺമാൻ്റെ ലാത്തി കൊണ്ടും ബൂട്ട് കൊണ്ടും അതുപോലെ തന്നെ അയാളുടെ കയ്യിലിരിക്കുന്ന വടി കൊണ്ടും അടിച്ച് നിരപ്പാക്കി കളയുന്നുള്ളതൊക്കെ അറിയാതെ പറ്റുന്ന അപരാധമാണോ?
അത് ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഫലമാണ്. ഒരു പ്രതിഷേധത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് അത് പക്ഷേ ജനാധിപത്യ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തല്ലോ. ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇപ്പം ശബരിമലയുടെ കാര്യത്തിൽ ഒരു 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 ന്യായം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിൽ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അത് നടപ്പാക്കാൻ ശ്രമിച്ചത് വിശ്വാസികളുടെ പ്രതിഷേധത്തിനിടയാക്കി. അവിടെ സർക്കാരിന് ആചാരപരമായി തെറ്റാണെങ്കിലും നിയമപരമായിട്ട് സർക്കാരിൻ്റെ നടപടിക്ക് ന്യായീകരണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പലതിനും സ്മൃതി എന്ത് ന്യായീകരണമുള്ളത്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളും എടുത്താൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ. ഈ ഇഷ്യൂവിൽ സർക്കാരിന് എന്ത് ന്യായമാണ് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് പറയാനുള്ളത്? ഈ ജനങ്ങൾ ഈ വീട് കയറുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം തന്നെ സത്യത്തിൽ എന്താണ് CPM-ൻ്റെ പരാജയ കാരണമെന്ന് സ്വയം ഏറ്റുപറയുന്നതിന് തുല്യമാണ്. നിങ്ങൾ അവിടെ ചെന്ന് അവരെ കേൾക്കാൻ തയ്യാറാവണം. ഗ്രഹനാഥനുമായിട്ട് നന്നായി സംവദിക്കണം. അവർ പറയുന്നത് കേട്ടതിന് ശേഷം മാത്രമേ മറുപടി പറയാവൂ. ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾ ചൂടാവരുത്, അവരോട് തട്ടിക്കയറരുത്. ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും കേൾക്കാനുള്ള മനസ്സ് വേണം. അതുപോലെ തന്നെ അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട ശേഷം മാത്രമേ മറുപടി പറയാൻ പാടുള്ളൂ. ശബരിമലയെക്കുറിച്ചുള്ള വിശദീകരണം കേട്ടാൽ അവരുടെ വാദം തള്ളിക്കളയരുത്. അവരുടെ വിശ്വാസം അതാണെങ്കിൽ അതിനെ വെണ്ണ മുറിക്കുന്നത് പോലെ മുറിക്കാവൂ, അല്ലാതെ മരം വെട്ടുന്ന പോലെ വെട്ടരുതെന്നാണ് പറയുന്നത്. അതായത് എല്ലാം കേൾക്കണം. കേട്ടാലും വളരെ മൃദുവായി സാന്ത്വന സ്വരത്തിൽ, സംയമന സ്വരത്തിൽ മാത്രമേ. ഇതൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത്? ഇപ്പോഴത്തെ ഇടപെടലിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ക്യാപ്സ്യൂൾ കൊടുത്ത് വീട് കയറ്റേണ്ടി വരുന്നു എന്ന് പറയുന്നത് എത്ര ദയനീയമായൊരു സ്ഥിതിയാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ CPM മനസ്സിലാക്കുന്നുണ്ട് തങ്ങളുടെ അണികളുടെ, തങ്ങളുടെ പ്രാദേശിക നേതാക്കളുടെ, അതല്ലെങ്കിൽ ഏതാണ്ട് മധ്യനിരയിലുള്ള നേതാക്കൾക്ക് മനുഷ്യരെ കേൾക്കാൻ, ജനങ്ങളെ കേൾക്കാൻ, അവരുടെ ആവലാതികളും അവരുടെ വേദനകളും വിഹ്വലതകളും മനസ്സിലാക്കാനുള്ളൊരു മനസ്സില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് അതില്ലാത്തത്? മുകളിൽ നിന്ന് കാണുന്നതും അറിയുന്നതും മുഴുവൻ ധാർഷ്ട്യമാണെങ്കിൽ ഇടത്തരത്തിലുള്ള ആളുകൾക്ക് എങ്ങനെ ഇത് ഒഴിവാക്കാൻ പറ്റും? അവരും മുമ്പേ നടക്കുന്ന ഗോവിൻ്റെ പിന്നാലെ പോകുന്നു പറഞ്ഞ പോലെ ആദ്യം തന്നെ മോന്തായം വളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് താഴെ തട്ടിൽ ഇത് തന്നെ സംഭവിക്കുന്നു. ഏതായാലും തിരിച്ചറിവ് നല്ലതാണ്. സംതിങ് റോങ് സംവെയർ, സംതിങ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞ പോലെ വല്ലാതെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. പാർട്ടിക്കകത്ത് വല്ലാതെ ഒരു ജീർണത ബാധിച്ചിരിക്കുന്നു. ജനങ്ങളെ കേൾക്കാനുള്ള ക്ഷമയില്ല, സഹിഷ്ണുതയില്ല എന്ന തിരിച്ചറിവിൻ്റെ ഫലമാണ് ഈ 40-ാം മണിക്കൂറിൽ, അല്ലെങ്കിൽ ഈ അവസാന നിമിഷത്തിൽ 100 ദിവസം കഷ്ടിച്ച് ബാക്കിയുള്ളപ്പോൾ വീട് കയറി ഇതെല്ലാം വിശദീകരിക്കാൻ പോകുന്നത്. സോ ഫാർ സോ ഗുഡ്. അത്രയെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ടല്ലോ. പോയി ബോധ്യപ്പെടുത്താൻ പറ്റുമെങ്കിൽ ബോധ്യപ്പെടുത്തട്ടെ. ജനാധിപത്യത്തിൽ അത്തരം കാര്യങ്ങൾ ഒരു നല്ല ലക്ഷണമാണ്. തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കാനും ആ തെറ്റ് ഏറ്റുപറയാനും അത് ജനങ്ങളോട് തുറന്നു പറയാനും അങ്ങനെ സ്വയം തിരുത്താനും തയ്യാറാവുന്ന ഒരു മാനസികാവസ്ഥ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. ഒരിക്കൽ അത് വളരെ നന്നായി ഉപയോഗിച്ചു, അതിന് നല്ല റിസൾട്ട് കിട്ടി. പക്ഷേ ഇക്കുറി ആ അത് അന്ന് നടന്ന പോലെ, അന്ന് പറ്റിയതുപോലെ, അല്ലെങ്കിൽ അതേ അളവിൽ ഇക്കുറി ആവർത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കാലം വല്ലാത്ത കാലമാണ്. അന്ന് കോവിഡ് കാലമാണ്. ഇന്ന് ഇറ്റ്സ് എ നോർമൽ, വെരി നോർമൽ, ന്യൂ നോർമലാണ് ഇത്. മാത്രമല്ല ഒരു പ്രത്യേകതയില്ലാത്തൊരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അതിന് പണ്ടത്തെ പഞ്ച് കിട്ടുമോ എന്ന് കണ്ടു തന്നെ അറിയാം. Debate with Smriti Parathikkad.